ഹായ് ഗേസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവഗണന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ? സോ ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണമായി വരുന്നത് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത്. അത് മനസ്സിലാക്കാതെ പല ആളുകളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കഠിനമായിട്ട്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണം എന്ന രീതിയിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം നടത്താറുണ്ട്. പക്ഷെ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ പിടിവാശി പിടിച്ചത് കൊണ്ട് അവർക്ക് ഒരിക്കലും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ പരിഗണിക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. മാത്രമല്ല, ഇനി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമതായി, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ഓവർ ചേസിങ് എന്ന് പറയുന്ന ഒരു ടെൻഡൻസി കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങൾ വിവാഹം ചെയ്ത വ്യക്തിയായിക്കൊള്ളട്ടെ, രണ്ടാണെങ്കിലും ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഓവറായിട്ട് ചേസ് ചെയ്യുക എന്നുള്ളത്. ഓവറായിട്ട് ചേസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് ഇത് ഇറിറ്റേറ്റഡ് ആയി മാറും. അത് ഫസ്റ്റ് 1, 2, 3 ദിവസം അല്ലെങ്കിൽ 1, 2 തവണയൊക്കെ പോട്ടെ, സാരല്ല എന്നെല്ലാ ആളുകളും കരുതും. പക്ഷേ ഇത് നിരന്തരം ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ ഇതൊരു മടുപ്പുണ്ടാക്കും. മാത്രമല്ല, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കാനും നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഇത് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഓവർ ചേസിങ് എന്ന് പറയുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമതായി, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കിടയിൽ ഹാപ്പിനെസ് സ്റ്റോക്ക് ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലി പ്ലാനിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളായിരിക്കും, രണ്ട് വ്യക്തികളുടെ ലൈഫിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ടോക്കോ, അത് കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലോ, അല്ലെങ്കിൽ കുറച്ച് ഹാപ്പിനെസ് തരുന്ന ടോപ്പിക്കുകളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാനുള്ള കാരണമായി മാറും. ഇത് മാത്രമല്ല, ഹാപ്പിനെസ് ടോക്ക് നടത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഫൈറ്റിനുള്ള റീസൺ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ ഒരു പ്രശ്നമായി വരും. ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് ഒരു കാര്യം പറയുന്നതിന് വേണ്ടി നിങ്ങൾ അടുത്തേക്ക് വരുന്നു. ആ കാര്യം പറയുന്നതിനിടയിൽ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം അതിനിടയിൽ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ വ്യക്തി പറയാൻ വന്ന കാര്യമോ അല്ലെങ്കിൽ അവരുടെ സന്തോഷമോ ഒന്നും പരിഗണിക്കാതെ ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അതൊരു പരാതിയായി, അതൊരു കുറ്റപ്പെടുത്തലുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഇനിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം അവരുടെ ലൈഫിൽ വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളടുത്ത് വന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ അവർക്ക് ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും റെസ്പോൺസ് എന്ന് കരുതി പറയാനുള്ള ഒരു താല്പര്യം പോലും ഇല്ലാതാകും എന്നുള്ളതാണ്. സോ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഒരു ഹാപ്പിനെസ് ടോക്ക് നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും, മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഏറെക്കുറെ എല്ലാ സമയത്തും നിങ്ങൾ വഴക്ക് കൂടുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ കാരണമാകും. തേർഡ് വൺ, ഓവർ കൺട്രോളിങ്. ഒരു പക്ഷേ ഇതെല്ലാ ആളുകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടിച്ചു കയറി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെയുള്ള ഒരു ഓർഡറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് ആർക്കും ഇഷ്ടമായിരിക്കില്ല. മാത്രമല്ല, അത് കേൾക്കുന്ന സമയത്ത് 1, 2 തവണയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കും, പിന്നീട് നമ്മൾ അവഗണിക്കും, ആ കാര്യം തന്നെ അവഗണിക്കും.
കൂടെ കൂടെ ആ വ്യക്തിയെ തന്നെ അവഗണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളോടുള്ള വാല്യൂ ഒക്കെ നഷ്ടപ്പെടുത്തും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ തീരെ പരിഗണിക്കാത്തൊരവസ്ഥയിലേക്കും ഇത് കൊണ്ടെത്തിക്കും. ഇനി ഇതേപോലെ തന്നെ ഇങ്ങനെ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് വാശി. ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ നടക്കണം, ഒരു കോംപ്രമൈസും ഇല്ല, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നടക്കണം. ചില സമയത്ത് ഇവർ പറയുന്ന കാര്യത്തിൽ ഒരു കഴമ്പും ഉണ്ടായിരിക്കില്ല. ലോജിക്കലായി തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് പോലും നമ്മളൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിലൊട്ടും തന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ആളുകൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇത് ആ റിലേഷൻഷിപ്പിനെ പാടെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാക്കുന്ന ഒരു കാര്യമാണിത്. സോ നിങ്ങളെ അവഗണിക്കുന്ന, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓവർ കൺട്രോളിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിടിവാശി അധികമാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള താല്പര്യം കുറയ്ക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ പറഞ്ഞ് നിങ്ങൾ അവരെ ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവരോടുള്ള താല്പര്യം, അവരോടുള്ള ഇൻട്രസ്റ്റ് കുറയാനുള്ള ഒരു കാരണമായി മാറും. കാരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തമാശകളാണെങ്കിൽ അത് എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണം എന്നില്ല. മാത്രമല്ല ഈ തമാശ ആസ്വദിക്കുന്ന രീതിയും എല്ലാവരുടെയും വ്യത്യസ്തമാണ്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു ആസ്വാദന രീതി എങ്ങനെയാണ് എന്നറിഞ്ഞ് വേണം നിങ്ങൾ അവരോട് തമാശ പറയാൻ. അത് പരമാവധി അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ അത്രയും നല്ലത്. സോ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ തമാശകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കാനും മാത്രമല്ല നിങ്ങളോടുള്ള ആ ഒരു പരിഗണന ഇല്ലാതാവാനും ഇത് കാരണമായി തീരും. അതുപോലെ നമ്മളെല്ലാവരും ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ തന്നെയായിരിക്കും അല്ലേ. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ അത്രത്തോളം വൃത്തിയല്ലാതെയാണ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാനുള്ള ഒരു കാരണമായി തീരും. ചുരുക്കം പറഞ്ഞാൽ വൃത്തിയില്ലായ്മ നമ്മളോടുള്ള ഇൻട്രസ്റ്റ് പാടെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള ക്ലോത്ത് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ഭംഗിയാക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്ന് കരുതി നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. തീർച്ചയായും അത് നമുക്ക് മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ നിങ്ങളെ മാനസികമായും ശാരീരികമായും കുറച്ചുകൂടി ഹെൽത്തിയായി കുറച്ചുകൂടി മനോഹരമായി നിലനിർത്തുക എന്നുള്ളതാണ് സെൽഫ് കെയർ. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ തീർച്ചയായും അത് പരിശീലിക്കാൻ ശ്രമിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനി നിങ്ങളൊരു വ്യക്തിയുമായി പ്രണയത്തിലാണെങ്കിലും നിങ്ങൾ വിവാഹം ചെയ്ത വ്യക്തിയാണെങ്കിലും ഈ ഒരു കാര്യത്തിന്, ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്നു, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സന്ദർഭം വരുന്നു, ആ സമയത്ത് നിങ്ങൾ അവരോട് യാതൊരുവിധ ഒപ്പീനിയനും ചോദിക്കുന്നില്ല. അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ കൂടെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയും. കാരണം നിങ്ങളുടെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് നിങ്ങളൊരു അവസരത്തിൽ അവരോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരണം എന്നില്ല. കാരണം നിങ്ങൾ ഒട്ടുമിക്ക സമയങ്ങളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും അവരെ അവോയ്ഡ് ചെയ്യുകയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. അതൊരു പക്ഷേ എല്ലാ ആളുകൾക്കും മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്ന സമയത്ത്. സോ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരോട് ചില കാര്യങ്ങളിലോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്കൊരു അറ്റൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് ഇതേ കാര്യം ചെയ്യണം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ പ്രാധാന്യവും നൽകാത്ത രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ
അതുകൂടി. സോ ഇത്തരത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തീരെ പ്രാധാന്യം നൽകാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോടോ ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അവരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ മൂല്യം നൽകുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫിൽ കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. സോ മറ്റുള്ള ആളുകൾ നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതാണ്. നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.